നമസ്കാരം. RMS ബൈലിങ്ക് എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിൻ്റെ ആറാമത്തെ പ്രോഡക്റ്റ്സായ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻ വീഡിയോ ആണിത്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ പ്രീമിയം ബ്രാൻഡ് മൂന്നിലധികം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രീമിയം ബ്രാൻഡാണ്. അപ്പോൾ ഇതിനകത്ത് NRV എന്ന് പറയുന്ന ഒരു സിസ്റ്റം ആഡ് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇത് വീടുകളെ അപകടരഹിതമാക്കുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആശയത്തോടു കൂടി RMSൻ്റെ ഭവന സുരക്ഷാ പദ്ധതി എന്നുള്ള ഒരു പദ്ധതിയുടെ പ്രകാരം നമ്മളിത് എല്ലാ വീടുകളിലും എത്തിക്കുക എന്നുള്ള ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് കൂടെയാണ് നമ്മൾ ഈ പ്രോഗ്രാം പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് അറൈ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അംഗീകാരമുള്ളതാണ്. ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന നാമകരണത്തിൽ അറിയപ്പെടുന്ന സ്ഥാപനത്തിൻ്റെ അംഗീകാരമുള്ളതാണ്. അതേപോലെ തന്നെ 20 കോടി രൂപയുടെ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കവറേജ് നമ്മൾ ഇതിനകത്ത് ഉറപ്പ് കൊടുക്കുന്ന ഒരു പ്രോഡക്ട്സും കൂടെയാണ് ഈ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്. അതുപോലെ തന്നെ ISO, അതുപോലെ GMB സർട്ടിഫിക്കേഷൻസ്, ഇങ്ങനെ ഒട്ടനവധി അംഗീകാരങ്ങളുള്ള ഒരു ഇൻ്റർനാഷണൽ പ്രീമിയം ബ്രാൻഡായിട്ടുള്ള NRV എന്ന് പറയുന്ന ഒരു സിസ്റ്റം വരുന്ന ഒരു പ്രോഡക്റ്റാണ് നമ്മളിവിടെ ഈ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ഇത് ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ്. NRV എന്ന് പറയുന്ന സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ നോസലിനകത്തായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ആർക്കും ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. നോൺ റിവേഴ്സ് വാൽവ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഗ്യാസ് തിരിച്ച് സിലിണ്ടറിലേക്ക് പോകില്ല എന്നുള്ള തരത്തിലേക്കുള്ള ഉറപ്പ് വരുത്തുന്ന ഒരു സിസ്റ്റം കൂടെയാണ്. ഇതൊരു ഡബിൾ ലോക്ക് സെൻസർ വരുന്ന ഒരു സിസ്റ്റമാണ്. അതുപോലെ ഗ്യാസിൻ്റെ അളവ് നമുക്കിത് ഉറപ്പായിട്ടും നമുക്ക് അറിയാൻ പറ്റും നേരത്തെ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഈ റീഡിംഗ് കാണിക്കുന്ന ഈ മീറ്ററിലൂടെ ഗ്യാസിൻ്റെ അളവ് എത്രയാണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഗ്യാസ് തീരാൻ പോകുമ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അതുപോലെ നമ്മളെ വീടുകളിൽ എന്തെങ്കിലും ഒരു അപകട സാഹചര്യം ഉണ്ട് എങ്കിൽ നമുക്കവിടെ ഈ ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് റെഡ് എന്നുള്ള ഇതിൽ കാണിച്ചുകൊണ്ട് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഒരു ഇൻഡിക്കേറ്റർ പോലെ ഈ സിസ്റ്റം നമുക്ക് സൂചന തരുന്നു. അങ്ങനെ അപകടങ്ങളെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് 30 ദിവസം പോകുന്ന ഗ്യാസ് ഒരു 10 മുതൽ 15 ദിവസം വരെ നമുക്ക് കൂടുതലായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മൈലേജ് കിട്ടുന്നു കൂടുതലായിട്ട്. അപ്പോൾ ശരിക്കും ഒരു 200 മുതൽ 250 രൂപ വരെ നമുക്ക് മന്ത്ലി സേവിങ്സ് ആയി മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ എന്തെങ്കിലും അശ്രദ്ധ കാരണം വീട്ടിൽ വെള്ളം തിളച്ചിട്ടോ പാല് തിളച്ചിട്ടോ എന്തെങ്കിലും ഒരു അശ്രദ്ധ കാരണം തീ കെട്ടുപോവുകയും ഈ അടുപ്പിൽ കൂടെ ഗ്യാസ് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയും ചെയ്താൽ നമ്മൾ അവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു ദിവസം കഴിഞ്ഞ് നമ്മൾ അവിടെ തീ കത്തിച്ചാലും തീ സാധാരണ കത്തുന്നത് പോലെ നമുക്ക് കത്തുകയുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലും ടെക്നിക്കൽ ഡാമേജ് ആയിട്ട് ഈ ട്യൂബ് ഊരിപ്പോവുകയോ ഈ നോസിൽ കട്ടായി പോവുകയോ എന്തെങ്കിലും സാഹചര്യം വന്നാൽ ആട്ടോ കട്ടായി നമ്മളെയും വീട്ടുകാരെയും ഇത് രക്ഷിക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ 33 കോടിയോളം ജനത ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ ശരിക്കും ഇന്ന് നമ്മുടെ ഒത്തിരി സ്ഥലങ്ങളിൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എല്ലാ വീടുകളിലും അത്യാവശ്യമുള്ള ഇന്ന് സേഫ്റ്റിക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ക്യാമറ ഉൾപ്പെടെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അടുക്കളയിൽ ഏറ്റവും കൂടുതൽ ഈ ദുരന്തങ്ങൾക്ക് ഇരയാവുന്നത് കൂടുതലും വീട്ടമ്മമാരാണ്. അത് മകൾ, ഭാര്യ, മരുമകൾ, അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ഒട്ടനവധി കുടുംബത്തിനകത്ത് വരുന്ന ആൾക്കാരാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്. അമ്മ, മകൾ, ഭാര്യ, സഹോദരി, ഇങ്ങനെയൊക്കെ വരുന്ന എല്ലാവരും ഈ വനിതകളെന്ന് പറയുന്ന കൂട്ടത്തിലേക്ക് വരുന്നവരാണ്. അപ്പോൾ ഇവരെ എല്ലാം രക്ഷിക്കുവാനും നമ്മുടെ വീടുകളിൽ ഒരു അപകടങ്ങളെ ഒഴിവാക്കുവാനും നമുക്ക് ഈ ഡിവൈസ് മാർക്കറ്റ് ചെയ്യുന്നതിലൂടെ, ഈ സെറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും. ഇതെല്ലാ വീടുകളെയും അപകടരഹിതമാക്കി സംരക്ഷിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാണാം. നമ്മുടെ ഗ്യാസ് സേഫ്റ്റി ഡിവൈസ് എങ്ങനെയാണ് സിലിണ്ടറിൽ നമ്മൾ സെറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ സാധാ റെഗുലേറ്റർ ഇതേപോലെ ഇപ്പോൾ സിലിണ്ടറിലുണ്ട്. അത് നമ്മൾ ഊരി മാറ്റുന്നു. ഊരി മാറ്റിയതിന് ശേഷമാണ് നമ്മുടെ റെഗുലേറ്റർ നമ്മൾ ഇതിനകത്ത് വെക്കേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം നോക്കുമ്പോൾ അറിയാം, നീഡിൽ താഴെയാണ് നിൽക്കുന്നത്. അപ്പോൾ സിലിണ്ടറിലേക്ക് നമ്മൾ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഇതാണ് ആംഗിൾ. ഈ ആംഗിള് നോബ് ആദ്യം താഴെയാണ്, നമ്മുടെ ഈ മേളിലോട്ടല്ല താഴെയാണ്. ഈ താഴോട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ഇതിൻ്റെ സ്പ്രിങ് ഇങ്ങനെ വർക്കാവുന്നു, ക്ലിപ്പ് വർക്കാവുന്നു. ഇതിനെ നേരെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. ഈ ലോക്ക്, അതിനെ ചുറ്റി വരുന്ന റൗണ്ട് ലോക്ക്, ഇതിനെ ചുറ്റി വരുന്ന റൗണ്ട് ലോക്ക് ഉണ്ട്, അതിനെ പ്രസ് ചെയ്ത് താഴോട്ടാക്കുക. ഇപ്പോൾ ലോക്ക് വീണു. ഇതിന് ശേഷം നമ്മുടെ ഈ നോർമൽ നമ്മുടെ റെഗുലേറ്റർ ഇതിൻ്റെ മേളിൽ ഇതേപോലെ വെക്കുക. 2 നോബും മേളിലോട്ട് ഓൺ ചെയ്യുക. താഴെ നമ്മുടെ റെഗുലേറ്ററിൻ്റെ ഇത് ഗ്യാസ് സേഫ്റ്റി ഡിവൈസിൻ്റെ നോബും ഓൺ ചെയ്യുക, ഇത് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം ഈ ബട്ടൺ, നമ്മൾ ഈ കാണുന്ന ഈ റീഡിംഗ് കാണിക്കുന്ന ഈ ബട്ടൺ 2 തവണ പ്രസ് ചെയ്യണം. ഈ 2 തവണ ഇത് പ്രസ് ചെയ്യണം. ഇങ്ങനെ പ്രസ് ചെയ്യുന്നതോടുകൂടി ഇത് വർക്കിംഗ് കണ്ടീഷനായി. ഗ്യാസിൻ്റെ അളവ് നമുക്കിപ്പോൾ അറിയാം. ഫുൾ സിലിണ്ടർ അല്ല, കുറേ തീർന്നിട്ടുണ്ട്. തീരുന്നതനുസരിച്ച് ഈ നീഡിൽ താഴോട്ട് വരും.
റെഡിലോട്ട് കാണിക്കുകയാണെങ്കിൽ തീർന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഓക്കെ. പിന്നെ ഒരു അപകട സാഹചര്യം, ഗ്യാസ് ഫുള്ളായിരിക്കുന്ന ഒരു ദിവസം പെട്ടെന്ന് ഇത് താഴോട്ട് നിൽക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും കണക്ഷൻ വിട്ട് നിൽക്കുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി മുൻകരുതൽ എടുക്കാം. നമ്മൾ ഇപ്പം സിലിണ്ടറിൽ ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ അടുപ്പ് കത്തിക്കുകയാണ്. സാധനം ഇതുപോലെ അടുപ്പ് കത്തിച്ചു, കാറ്റടിച്ചിട്ടോ വെള്ളം തിളച്ചിട്ടോ സാധാരണ ഏത് വീടുകളിലും ഗ്യാസ് ഇങ്ങനെ അണയാറുണ്ട്. അതേപോലെ ഇവിടെയും കാറ്റടിച്ച് അല്ലെങ്കിൽ ഫാനോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് കാറ്റ് കാരണം കൊണ്ട് അടുപ്പ് അണഞ്ഞുപോയി. അടുപ്പ് അണഞ്ഞതിന് ശേഷം ചിലപ്പോൾ വീട്ടിലുള്ളവർ ഓർമ്മിക്കാതെ പുറത്തു പോകാം, ആശുപത്രി കേസാകാം, അല്ലെങ്കിൽ അശ്രദ്ധയാകാം, എന്തെങ്കിലും കാരണങ്ങളാകാം. ഈ സമയത്ത് വീട്ടിൽ മറ്റൊരാൾ അല്ലെങ്കിൽ കുട്ടികൾ ലൈറ്റ് എടുത്ത് കളിക്കുകയോ സിഗരറ്റ് കത്തിക്കുകയോ അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും ഒരു റീസൺ വീടുകളിൽ സാധാരണ സംഭവിക്കുകയാണെങ്കിൽ അവിടെ സ്വാഭാവികമായ ഒരു വലിയൊരു തീപിടുത്തത്തിന് അത് കാരണമാവും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാനും ഇതേപോലെ ഇവിടെ ഒരു ഗ്യാസ് നോബ് തുറന്നിരിക്കുകയാണ്. അടുപ്പ് തുറന്നിരിക്കുന്ന സമയത്ത് നമ്മളിതിന് ചുറ്റും 2 സൈഡിലായിട്ട് മെഴുകുതിരി ഇങ്ങനെ കത്തിക്കുക. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, സെൻട്രലിൽ വന്നിട്ട് ഈ ബർണർ വഴി ഗ്യാസ് വരുന്നുണ്ട്. സാധാരണ ഏത് വീടുകളിലും ഇതുപോലെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പം അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം വീടുകളിൽ വന്നാൽ 100% അപകടം സംഭവിക്കും. ഗ്യാസ് തുറന്നിരുന്നാൽ അപകടം സംഭവിക്കും. അപ്പോൾ ഇവിടെ ഇത്രയും സമയം കൊണ്ട് നമ്മളിതിപ്പോൾ ഒരു കുട്ടി ലൈറ്റ് എടുത്ത് കളിക്കാം, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാം, മെഴുകുതിരി ഇതുപോലെ കത്തിക്കാം, എന്തെങ്കിലും ഒരു സാഹചര്യം. കാരണം എല്ലാ വീട്ടിലും ഇൻവെർട്ടറോ അല്ലെങ്കിൽ ജനറേറ്ററോ എന്നുള്ള വീടുകളായിരിക്കില്ല. അപ്പം അടുക്കളയിൽ പോയിട്ട് മെഴുകുതിരി കത്തിച്ചാൽ ഇതുപോലെ ഒരു അപകടം സംഭവിക്കും. അപ്പോൾ ഇനി ഈ ബർണറിൻ്റെ അവിടെ ഗ്യാസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സമയമായിട്ടും നോർമലി കത്തുന്നത് പോലെയാണ് ഫ്ലെയിം വന്നിട്ടുള്ളത്. നമുക്ക് അവിടെ ഒരു അപകടം സംഭവിക്കുന്നില്ല. വീട്ടിൽ സുഖമില്ലാത്തവരുണ്ടാവാം, വയസ്സായ ആൾക്കാരുണ്ടാകാം, അവർക്കെല്ലാം ഇതുപോലൊരു സാഹചര്യത്തിൽ വളരെ ഒരു സുരക്ഷിതത്വമാണ് ഇത് നൽകുന്നത്. അടുത്തതായിട്ട് നമ്മൾ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ട്യൂബ് കട്ടായിപ്പോയി. ഈ കട്ടായി പോകുന്നൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്താ സംഭവിക്കുക? നമുക്കൊരു അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ? ഇതുപോലെ തീ കത്തുന്നു, വിറകടുപ്പ് കത്തുന്നു, പെട്ടെന്ന് ഇതുപോലത്തെ ഉള്ള നോബ് കട്ടായിപ്പോയി അല്ലെങ്കിൽ ട്യൂബ് ഊരിപ്പോയി, നമുക്ക് എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കാം. അപ്പം അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്, ട്യൂബ് കട്ട് ചെയ്യാനുള്ള ഒരു ഇതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ട്യൂബിനടുത്തായിട്ടാണ് ഒരു ഫ്ലെയിം കൂടെ കത്തുന്നത്. എല്ലാ സ്ഥലത്തും തീ കത്തുന്നുണ്ട്. ഈ കത്തുന്ന സമയത്ത് ട്യൂബ് ഊരിപ്പോവുകയോ അല്ലെങ്കിൽ ഇതുപോലെ കട്ടായി പോവുകയോ എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാൽ നമുക്കിവിടെ എന്താ സംഭവിക്കുക? നമുക്ക് 100% നമുക്ക് അവിടെ ഒരു അപകടം സംഭവിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് അവിടെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പം നമുക്ക് നേരിട്ട് തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ട്യൂബ് കട്ട് ചെയ്ത് വിടുന്ന സമയത്ത് നമുക്ക് തന്നെ അറിയാം അവിടെ ഏതൊരു വിധത്തിലുള്ള അപകടവും നമുക്ക് അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്യൂബ് വഴി ഗ്യാസ് വരുന്നുണ്ടോ, തീക്ക് നേരെ പിടിക്കാം, ഒരു അപകടവും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ വീടുകളിലും ഇതുപോലെ അപ്രതീക്ഷിതമായ ദുരന്തങ്ങൾ വന്നാൽ, തീ പിടിക്കുന്ന സാഹചര്യം വന്നാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് 100% സേഫാണ്. നമ്മൾ ഗ്യാസ് സേഫ്റ്റി ഡിവൈസിൽ കാണിക്കുന്ന മീറ്ററിൽ നീഡിൽ കട്ടായി താഴെ പോയി. അത് എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മൾ ട്യൂബ് കട്ട് ചെയ്ത് വിട്ടപ്പോൾ ഒരു മേജർ ലീക്കേജ് സാധ്യത വന്നതുകൊണ്ട് സിസ്റ്റം ഓട്ടോമാറ്റിക്കലായിട്ട് കട്ട് ചെയ്തു. അത് നമ്മളെ വീടുകളിൽ അടുപ്പ് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ട്യൂബ് ഊരി പോവുകയോ എന്തെങ്കിലും കാരണം കൊണ്ട് നോസൽ ഒടിഞ്ഞ് ഗ്യാസ് പെട്ടെന്ന് പുറത്തു വരികയോ സാഹചര്യം വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് കട്ടാവുന്നു എന്നുള്ളതിനെയാണ് നമ്മളിവിടെ കാണിച്ചത്. നമ്മുടെ ഈ ഗ്യാസ് സേഫ്റ്റി ഡിവൈസിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു കാര്യമാണ് NRV സിസ്റ്റം, അതായത് നോൺ റിവേഴ്സ് വാൽവ്. ഒരു കാരണവശാലും ഗ്യാസ് തിരിച്ച് സിലിണ്ടറിലേക്ക് പോവില്ല, ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു അപകട സാധ്യതയെ ഉണ്ടാക്കില്ല എന്ന് പറയുന്ന ഒരു സിസ്റ്റം. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്ക് നേരെ, അതായത് ഗ്യാസ് നമ്മൾ തുറന്നു വിടുന്ന സമയത്തും നമുക്ക് ഏതൊരു വിധത്തിലുള്ള ഒരു അപകടവും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണിക്കാൻ സാധിക്കുക. അതായത് ട്യൂബ് ഇപ്പോൾ ഗ്യാസ് മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുകയാണ്, അതിന് നേരെയാണ് ഗ്യാസ് നമ്മൾ തുറന്നു വിടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു അപകടവും നമുക്ക് സംഭവിക്കാതെ നമ്മളെ രക്ഷിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്യാസ് സേഫ്റ്റി ഡിവൈസ്. അതുകൊണ്ട് ഇത് എല്ലാ വീടുകളിലും അത്യാവശ്യം ഇത് സെറ്റ് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള നമ്മളിപ്പോൾ കാണിക്കുന്ന പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കാണിക്കുന്ന ഫ്ലെയിം ടെസ്റ്റ് ഇതൊക്കെ നമ്മൾ അനുകരിക്കാൻ പാടുള്ളതല്ല എന്നും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.